നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് തൊഴിൽ ഓടിച്ച് പഠിച്ചു വരുന്നവർക്ക് ഭയങ്കര സംശയമാണ്. ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റ് കൃത്യമായിട്ട് കിട്ടുന്നില്ല. അപ്പൊ ഏത് ഭാഗത്താണ് പലരും പറഞ്ഞു കൊടുക്കാറുണ്ട്, സെൻട്രൽ ആണ് ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റ് നോക്കുക, സെൻട്രൽ വെച്ച് ഓടിച്ചാൽ മതി എന്ന് പറയാറുണ്ട്. അപ്പൊ കൃത്യമായിട്ട് സെൻട്രൽ തന്നെയാണോ, എവിടെയാണ് നമ്മൾ കൃത്യമായിട്ട് ഒരു വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റ് ഇരുന്ന് വണ്ടി ഓടിച്ച് ജഡ്ജ് ചെയ്യേണ്ടത്, ലെഫ്റ്റ് സൈഡ് തട്ടാത്ത എങ്ങനെയാണ് ജഡ്ജ് ചെയ്യേണ്ടതെന്നാണ് കൃത്യമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അങ്ങനെ അറിയാൻ മേലാത്തവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. പിന്നെ പ്രത്യേകിച്ച് എക്സ്പേർട്ടായി വണ്ടി ഓടിച്ച് നടക്കുന്ന ആൾക്കാർ ഈ ഒരു വീഡിയോ കാണുന്നില്ല. വെറുതെ നിങ്ങൾ സമയം കളയേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ലാത്തത് കൊണ്ട് നിങ്ങൾ വെറുതെ സമയം കളയാമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അറിയാൻ മേലാത്തവർ മാത്രം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും ഈ വീഡിയോ. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നമ്മുടെ ചാനൽ അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നത്, അത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റയും ഈ ഒരു പേര് തന്നെ, ജോ ഡ്രൈവിംഗ് എന്ന പേര് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് പലർക്കും അറിവിൽ തന്നെ ഉണ്ട്, പലരും ലൈസൻസ് കയ്യിലുണ്ടായിട്ടും വണ്ടി വീട്ടിലുണ്ടായിട്ടും സ്വന്തം വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ പോലും കയറാതിരിക്കുന്ന പലരും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കിടക്കുന്ന ഒരു കാര്യം കൊണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം എടുക്കുവാനും ഓടിക്കുവാനും എല്ലാം വളരെ ആഗ്രഹമാണ്, പക്ഷെ പേടിയാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് തന്നെ ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. എന്റെ ജില്ല ഏതാണ് കരുതേണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിലാണ് ഒന്ന് പ്രാക്ടീസ് നൽകുന്നത്. പലരും നമ്മളെ മടിപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് പ്രാക്ടീസ് വല്ല പ്രായം കൊണ്ടാണ് നിർത്തിക്കും. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ 75-80 വയസ്സുള്ള അപ്പച്ചന്മാരും ഓടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ലൈസൻസും കൈവച്ച് വാഹനം വിടണ്ടായിട്ട് ഞാൻ പഠിച്ചതാണെന്നും പറഞ്ഞിട്ട് 15 വർഷം കൊണ്ട് ലൈസൻസ് കണ്ട് ഞാൻ അന്ന് പഠിച്ചതാ എന്ന് പറയുന്നത് നമ്മൾ നോക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോലും അറിയത്തില്ല. അപ്പൊ അങ്ങനെയുള്ളവരാണ് വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ ജില്ല ഏതാണ് എഴുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് പ്രാക്ടീസ് നടത്തുന്ന നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് നമ്മളൊരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് തട്ടും എന്നുള്ള പേടിയാണ് പലർക്കും. നമ്മൾ ഏത് ഭാഗത്താണ് ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റ് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്കിപ്പം ലെഫ്റ്റ് സൈഡ് നിങ്ങൾ വണ്ടി ഓടിച്ചിട്ട് നമുക്ക് തട്ടും നിങ്ങൾ ആ ലെഫ്റ്റ് സൈഡ് സെൻട്രലായിട്ട് വെച്ചിട്ടും, പലരും പറയാറുണ്ട് സെൻട്രൽ വെച്ചാൽ മതി എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾ ആ സെൻട്രൽ വെച്ചിട്ടും നിങ്ങൾക്ക് അതിന് പേടിയാണ്, തട്ടും എന്നുള്ള പേടിയാണ്. ആ ഒരു ഭാഗത്ത് വെച്ചിട്ടും കൃത്യമായിട്ട് ഒരളവ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്വല്പം ഇങ്ങോട്ട് വല്ല മാറ്റി വയ്ക്കുക. കാരണം ഞാനത് ഇപ്പൊ ഓടിച്ചത് കറക്റ്റായിട്ട് കാണിക്കണമെന്നില്ല, കാരണം ഓരോരുത്തർക്കും ഓരോ രീതി ഞാനത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് സ്വല്പം കൂടി ഇങ്ങോട്ട് മാറ്റി വെച്ച് നോക്കുക. ഈ ഒരു രീതിയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് അത് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നല്ല പ്ലെയിനായ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഒരു വരവല്ല ഇടുക. അല്ലെങ്കിൽ വണ്ടി തട്ടിയാലും, അതായത് വണ്ടി നിന്ന് മുട്ടിയാലും ഒന്നും സംഭവിക്കാത്ത രീതിയിൽ ഒരു കമ്പ് വല്ല നാട്ടി ഒരു ജഡ്ജ്മെന്റ് ഇവിടെ വെച്ചിട്ട് നിങ്ങൾ അതിന് നേരെ തോക്ക് ചൂണ്ടുന്ന പോലെ ഇതുപോലെ ഇപ്പൊ ഇങ്ങനെ ഒരു കമ്പ് നാട്ടി കഴിഞ്ഞാൽ അതിന് നേരെ നിങ്ങളുടെ ഈ ഒരു ഭാഗം നിങ്ങൾ വെച്ചിരിക്കുന്ന ഒരു ഭാഗം അതുമായിട്ട് ലൈനായിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് കൊണ്ടുപോവുക. ഇങ്ങോട്ട് മാറിപ്പോകാതെ കറക്റ്റായിട്ട് കൊണ്ടുപോകുക. എന്നിട്ട് നിങ്ങൾ നിർത്തി നോക്കുക, കറക്റ്റ് ജഡ്ജ്മെന്റ് ആണോ, ഇറങ്ങി നിങ്ങൾ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ അത് പ്രാക്ടീസ് ചെയ്യാനുള്ളതേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്ന അത്ര ഭാഗത്ത് വന്നപ്പോൾ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ആ ഒരു രീതി വെച്ച് നോക്കണം. അത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഈ ഒരു ഡാഷ്ബോർഡിന്റെ പൊക്കമല്ല പല വാഹനത്തിനും ഉള്ളത്. കാരണം ഇതേ പൊക്കം തന്നെയാണ് നമുക്ക് ഒരളവ് എല്ലാ വണ്ടിക്കും കൊണ്ട് വെച്ച് കൊടുക്കാൻ പറ്റും. പക്ഷെ ഈ ഒരു ഡാഷ്ബോർഡിന്റെ പൊക്കമല്ല എന്ത് വേറൊരു വണ്ടിക്ക്. ചില വണ്ടിയാണ് പൊക്കം കൂടുതലാകും, ചിലത് താഴെയാകും. ഈ ഒരു രീതി വരുമ്പോൾ എന്ത് ചെയ്യും, ഇതിന് വ്യത്യാസങ്ങൾ വരും. അതേപോലെ തന്നെ ഈ ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുന്ന, ഇപ്പൊ ഉദാഹരണം ഞാൻ ഈ സീറ്റിൽ ഇരിക്കുമ്പോൾ എന്റെ ലെവൽ ഇതാണ്. ഞാൻ നോട്ടം ഈ ലെവലിലാണ് വരുന്നത്. ഇപ്പൊ ഇതേ ലെവൽ ആയിരിക്കണമെന്നില്ല വേറൊരാൾ ഈ സീറ്റ് ഇരിക്കുമ്പോൾ. ചില പൊക്കം ഉള്ളവരായിരിക്കും, ചിലപ്പോൾ പൊക്കം കുറഞ്ഞവരായിരിക്കും. അപ്പം ലെവൽ വ്യത്യാസം, നമ്മുടെ ആളിന്റെ നീളത്തിന്റെ വ്യത്യാസത്തിലും അവിടെ വ്യത്യാസം വരാം. എന്ന് പറഞ്ഞതുപോലെ ഈ സീറ്റിന്റെ വ്യത്യാസത്തിലും വരാം. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ സെന്റർ വെച്ച് നോക്കി വണ്ടി ജഡ്ജ് ചെയ്ത് ഓടിക്കാതെ, നിങ്ങൾക്ക് അത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ വെച്ചിട്ട് മാറ്റി വെച്ച് നിങ്ങൾക്കത് അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കുനിഞ്ഞ് നോക്കിയാൽ മതി. നമ്മുടെ ഡ്രൈവിംഗ് സീറ്റ് ഇരുന്ന് കുനിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് ആ ജഡ്ജ്മെന്റ്, നമ്മളിപ്പോൾ കറക്റ്റായിട്ട് ഒരു അളവ് വെച്ചു, അങ്ങനെ നിങ്ങൾ ഇങ്ങനെ കുനിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ആ ജഡ്ജ്മെന്റ് ഇങ്ങോട്ട് മാറുന്നതായിട്ട്. അപ്പൊ ആളിന്റെ നീളത്തിനനുസരിച്ച് മാറുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ പൊങ്ങി നോക്കണം, അപ്പൊ ആ ജഡ്ജ്മെന്റ് ഇങ്ങോട്ട് മാറുന്നതും കാണാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ഭാഗത്ത് വെച്ച് മാറ്റിയിട്ട് നിങ്ങൾ ഈ ഒരു അളവ് വെച്ച് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾ കൃത്യമായിട്ടും ഗുണമാകും. നിങ്ങൾ എന്നിട്ട് അതിനുശേഷം ഈ കമന്റ് ബോക്സ് വന്നിട്ട് എനിക്ക് കൃത്യമായിട്ട് അങ്ങനെ മാറ്റി കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ കണ്ടിട്ടുള്ളതും നമുക്ക് സംശയമുള്ള കാര്യത്തിനും നിങ്ങൾ അതിന്റെ സംശയത്തിനുള്ള ഒരു കമന്റ് ചെയ്താൽ മതി. ഞാൻ അതിനും ഇതേ രീതിയിൽ തന്നെ വീഡിയോ രൂപത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കമന്റിന്
നിങ്ങളുടെ വാട്സപ്പ് നമ്പർ എനിക്ക് അയച്ചു തന്നാൽ നിങ്ങളുടെ ആ വാട്സപ്പ് നമ്പറിലോ ഞാനത് അതിന് റീപ്ലൈ ഞാൻ നിങ്ങൾക്കായിട്ടാണ് പറഞ്ഞു തരുന്നതായിരിക്കും. കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലാക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട്, അല്ല ഇനി ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഡ്രൈവിംഗ് സംബന്ധമായിട്ട് എന്ത് സംശയങ്ങളും ജോ ഡ്രൈവിംഗ് എന്ന യൂട്യൂബ് ചാനൽ വന്ന് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയെന്നുള്ളത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ